പ്രിയദർശൻ സംവിധാനം ചെയ്ത അക്കരെ 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 എന്ന സിനിമയിൽ സോമന്റെ കഥാപാത്രം അമേരിക്കയിൽ എത്തുമ്പോൾ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് പേര് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു പേരുണ്ട്. Yeah. Your good name, sir? Krishnan. No. Akira Kurosawa. Akira? Akira Kurosawa. Kurosawa. Yeah. അന്ന് ആ പേര് കേട്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത്. ഒപ്പം ഒരു സംശയവും, എന്തൊരു പേരല്ലേ എന്നാണ് ചിന്തിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ സിനിമയെ കൂടുതൽ അറിഞ്ഞപ്പോൾ ആ പേര് വീണ്ടും കേട്ടു. ഇത്തവണ ചിരിയല്ല വന്നത്. ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ മാസ് കാ ബാപ്പ്, ആക്ഷൻ സിനിമകളുടെ തലതൊട്ടപ്പൻ അക്കീര കുറുസോവ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ഹൈ വോൾട്ടേജ് ആക്ഷൻ സീക്വൻസ്, ലാർജർ ദാൻ ലൈഫ് ക്യാരി ചെയ്യുന്ന ഹീറോയിസം, നായകനുമേൽ ചുവടുറപ്പിക്കുന്ന പ്രതിനായകൻ. ഈ സിനിമകളുടെ എല്ലാം തുടക്കം അക്കീര കുറുസോവയുടെ 7 സാമുറായ് എന്ന ചിത്രമാണ്. KGF, കിങ്ഡം, ദേവര, പുഷ്പ, കാട്ടാളൻ. ഇനി പറയാൻ പോകുന്ന സിനിമ എങ്ങനെ ഇതുമായി ചേരും എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട്. ആ സിനിമ വിയറ്റ്നാം കോളനിയാണ്. പിന്നെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എക്കാലത്തെയും ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുക്കിയ ഷോലെ. ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ അക്കീര കുറുസോവയുടെ സിനിമയുടെ ചേരുവകളുണ്ട്. കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു ജനത, ആ ജനതയെ രക്ഷിക്കാനെത്തുന്ന നായകൻ, ചിലപ്പോൾ ശിക്ഷിക്കാനെത്തുന്നവൻ രക്ഷകനായി മാറുന്നു. ഇമോഷണലി കണക്ട് ചെയ്യുക എന്നതാണ് ഈ സിനിമകളുടെ പ്രധാന ലക്ഷ്യം. കഷ്ടതകൾ അനുഭവിക്കുന്ന ജനതയുടെ പ്രശ്നങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും പ്രശ്നമായി മാറുന്നു. തെറ്റുകളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത സമയത്ത് ഒരുവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇമോഷണലി കണക്റ്റ് ആകുമ്പോൾ താഴ്ന്നു കിടക്കുന്ന ജനതയുടെ അതേ മനോഭാവമായിരിക്കും പ്രേക്ഷകരിൽ. ഈ സമയം സിനിമാറ്റിക് എഫക്റ്റിൽ അവരുടെ നായകൻ അല്ലെങ്കിൽ രക്ഷകൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് സിനിമയുടെ ഹൈ പീക്ക് മൊമെൻറ്റ്. പ്രേക്ഷകർ ഉറപ്പായും കൈയടിക്കും, ആർപ്പു വിളിക്കും. കാരണം അടിമകൾ ഉടമകളാകുന്ന സമയമാണിത്. എന്നാൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കണമെങ്കിൽ പ്രേക്ഷകന് എവിടെയൊക്കെയോ കഥ ഇമോഷണലി കണക്റ്റ് ആവണം. നായകന് പ്രതിനായകനെ ജയിക്കാൻ കഴിയുമോ എന്ന സംശയം വരണം. നായകനും പ്രതിനായകനും ബലത്തിൽ സമാസമമായിരിക്കും. അക്കീര കുറുസോവയുടെ 7 സാമുറായ് എന്ന സിനിമയിൽ 7 സാമുറായികൾ ചേർന്ന് 40ഓളം ദുഷ്ടന്മാരിൽ നിന്നും ഒരു ഗ്രാമത്തെ രക്ഷിക്കുന്നതാണ് കഥ. ജയും വീരവും ചേർന്ന് ക്രൂരനായ ഗബ്ബർ സിംഗിനെ നേരിടുന്ന കഥയാണ് ഷോലെ. ഒരു ഗ്രാമത്തെ നീചന്മാരിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന സഞ്ജീവ് കുമാറിൻ്റെ കഥാപാത്രത്തെ അന്ന് പ്രേക്ഷകർ നെഞ്ചിലേറ്റിയതാണ്. ഷോലയിലെ എല്ലാ കഥാപാത്രങ്ങളും തങ്ങളുടെ ആരൊക്കെയോ ആണെന്ന് പ്രേക്ഷകരിൽ തോന്നിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞു. അക്കാലങ്ങളിൽ സുഹൃത്തുക്കൾ ഏറ്റുപാടിയിരുന്ന ഒരു പാട്ടാണ് ഹേ ദോസ്തി ഹം നഹീ തോടെംഗേ തോടെംഗേ ദം മഗർ തേരാ സാത്ത് നാ ചോടെംഗേ. അതുകൊണ്ടാണ് അമിതാഭ് ബച്ചൻ്റെ കഥാപാത്രം മരണപ്പെട്ടപ്പോൾ പ്രേക്ഷകരുടെ കണ്ണ് നിറഞ്ഞത്. സഞ്ജീവ് കുമാറിൻ്റെ കഥാപാത്രം അംജിദ് ഖാൻ്റെ കഥാപാത്രത്തെ വധിച്ചപ്പോൾ കൈയടിച്ചത്. കേവലം ഒരു ഇടിപ്പടം മാത്രമല്ല ഇത്തരത്തിലുള്ള സിനിമകൾ. അതുകൊണ്ടാണ് KGFയിലെ അമ്മയുടെ കഥാപാത്രം പ്രേക്ഷകരിൽ അത്തരത്തിലൊരു സ്വാധീനം ചെലുത്തിയത്. ഇടിക്കാൻ ഒരു കാരണം കഥാപാത്രത്തിന് മാത്രമല്ല, പ്രതിനായകൻ ഒരു ഇടി കൊള്ളണമെന്ന് പ്രേക്ഷകന് കൂടി തോന്നുന്ന സമയത്താണ് തിയേറ്ററിൽ കൈയടി നിറയും.